ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെല്ലാവരും കാത്തിരുന്ന വിക്രത്തിന്റെ മരണത്തിന്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. ഒറിജിനൽ പ്രൊമോ തന്നെയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ കല്യാണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തോക്കുമായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ജനലരികിൽ പ്രകാശൻ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ നാളെ കാണിക്കാൻ പോണത് പ്രകാശൻ ആ വിക്രമിനെ ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഡോറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എടോ, താൻ ഇന്നലെ പോയില്ലേടോ, തന്നെ ഇവിടെ പറഞ്ഞയച്ചില്ലേടോ, തനിക്ക് നാണുല്ലേടോ എന്റെ പുറകിൽ ഇങ്ങനെ നടക്കാനായിട്ട്? എന്താടോ, തന്റെ പെമ്മക്കളെ ഉപദ്രവിക്കരുന്ന് പറയാൻ വേണ്ടി എന്റെ കാല് പിടിക്കാൻ വേണ്ടി താൻ വന്നതാണോ? മക്കളെ നോക്ക്, നിന്റെ കൂടെപ്പിറപ്പ് അവര് നോക്കി, നിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തവും അവരുടെ ശരീരത്തിൽ ഓടുന്ന രക്തം ഒന്ന് തന്നെയാടാ എന്ന് പറയാണ്. രക്തത്തിന്റെ കണക്കൊന്നും താൻ എന്നോട് പറയണ്ട. അതേടോ, എന്റെ ശരീരത്തിലും ആ കല്യാണിന്നും ആ കാർത്തികയുടെയും കാദംബിയുടെ ഒക്കെ ശരീരത്തിൽ ഓടുന്ന രക്തം ഒന്ന് തന്നെയാടോ. തന്റെ മക്കളല്ലേ ഞങ്ങൾ 4 പേരും. അപ്പോ തന്റെ ചോര തന്നെയായിരിക്കില്ല ഞങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം, എനിക്ക് ചോര കൊണ്ട് ചോരന് പ്രതികാരം ചെയ്താലേ സമാധാനാവുള്ളൂ. പ്രത്യേകിച്ച് തന്റെ കല്യാണി എന്ന് പറഞ്ഞ മോളെടുത്ത് ചെറുപ്പം മുതൽ ദൈവത്തിനെ കൂട്ടിവിളിച്ച് വളർന്നവളാ അവള്. അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി. എനിക്ക് ചെറുപ്പത്തിൽ എല്ലാം കിട്ടിയതാണ്. ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തി. എല്ലാത്തിനും കാര്യം കല്യാണിയാണ്. പ്രകാശ് പറഞ്ഞിട്ട്, മോനെ നീ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തോന്നണത് കല്യാണിയല്ല എല്ലാത്തിനും കാരണം. അതിന് കാരണം നീ തന്നെയാണ്. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി, സോണിയായിട്ട് സുഖമായിട്ടൊക്കെ ജീവിക്കാന്നുള്ളത്. നിനക്കൊരു മോളുണ്ട്. ആ മോളെ കുറിച്ച് പോലും നീ ചിന്തിച്ചിട്ടേ ഇല്ല. മനോഹർ എത്രയൊക്കെ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അവസാനം അവനൊരു കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോഴേക്കും അവന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? 10-60 പെണ്ണുങ്ങൾ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ പെണ്ണുങ്ങളും ഗർഭിണിയാകുമ്പോഴേക്കും അവൻ നാട് വിടും. ആ സമയത്ത് ആദ്യത്തെ പെണ്ണ് ഗർഭിണിയായപ്പോ ആ കുഞ്ഞിനെ കണ്ടിരുന്നെങ്കിൽ, ആ കുഞ്ഞിന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ അവൻ ബാക്കിയുള്ള പെണ്ണുങ്ങളെ വിവാഹം കഴിക്കില്ലായിരുന്നു. ആദ്യമായിട്ട് അവൻ സ്നേഹിച്ചതും പുഞ്ഞാരിപ്പിച്ചതും കൺമണി മോളെയാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ വേണ്ടി അവനിപ്പോ ജീവിക്കാൻ നടക്കുന്നത്. നിനക്കും ഇല്ലേടെ ഒരു കുഞ്ഞ്, അതിനെക്കുറിച്ച് നീ എന്താണ് ആലോചിക്കാത്തത്? ചാരുമോളെ കുറിച്ച് നീ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ചാരുമോളെ കാണണമെന്ന് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേണ്ടടോ ആ കുഞ്ഞിനാ. അതിനങ്ങോട്ട് അവളങ്ങോട്ട് പോയില്ലേ. എനിക്ക് ആ സൗഭാഗ്യം ഒന്നും വേണ്ട. എല്ലാത്തിനും കാണക്കാരി ആ കല്യാണിയാണ്. നോക്ക്, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവളെ കടന്നും കൂടുതൽ സൗഭാഗ്യങ്ങൾ നിനക്കാണ് കിട്ടിയത്. നീ ഏത് നിലയിൽ എത്തേണ്ടതായിരുന്നു? എന്റെ പെമ്മക്കൾ ഇപ്പൊ എല്ലാം നല്ല നിലയിലാണ്. എടാ, നീ മര്യാദക്കാണെങ്കിൽ അവര് നിന്നെ ചേർത്ത് പിടിക്കോടാ. കല്യാണിക്കും കാർത്തികക്കും കാദംബരിക്കും നീ നല്ലൊരു അനിയനായിട്ട് കൂടെ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറയണമെന്ന് കേക്ക് മോനെ. നിനക്ക് ഇനിയും സമയമുണ്ട്. നോക്ക്, നീ ഇപ്പൊ വലിയ തെറ്റും ചെയ്തിട്ടല്ല ജയിലിൽ കിടക്കണത്. ചെറിയൊരു തെറ്റ്, മോഷണ ശ്രമവും അതിനിടയ്ക്ക് ഒരാളുടെ തല തല്ലി പൊട്ടിച്ച ഒരു തെറ്റാണ് നീ ചെയ്തേക്കണത്. മറ്റുള്ളവരെ പോലെ ഒരുപാട് ശിക്ഷയൊന്നും നിനക്കില്ല. അതുകൊണ്ട് നിന്നെ പുറത്തെടുക്കാൻ കല്യാണി തന്നെ സഹായിക്കും. എടോ, അവളുടെ സഹായം എനിക്ക് വേണോ. അവളെ കൊല്ലാൻ വേണ്ടി ഞാൻ പരോളിൽ ഇറങ്ങിയത്. അപ്പൊ അവളുടെ കാല് പിടിച്ചിട്ട് ഞാൻ മാപ്പ് പറഞ്ഞ് കരഞ്ഞ് അവളുടെ കൂടെ നിക്കണമെന്നാണ് താൻ പറഞ്ഞത്. തന്റെ നാവ് കൊണ്ട് ഈ കല്യാണി എന്ന് പറഞ്ഞാൽ താൻ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് പറയാണ്. ഓഹോ, അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ മാറില്ലല്ലേ എന്ന് പ്രകാശൻ ചോദിക്കുകയാണ്. ഇല്ലടോ, മാറില്ലടോ. തന്റെ മോളുണ്ടല്ലോ കല്യാണി, അവളുടെ ചോരക്കറ കണ്ടാലേ ഞാൻ മാറുള്ളൂടോ. അവളെ കൊല വിളിച്ചാൽ എനിക്ക് മാറാൻ പറ്റുള്ളൂടോ. അവളെ കൊന്നിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ തന്നെ കാർത്തിക എന്ന് പറഞ്ഞ മോളെ ഞാൻ കൊല്ലും. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ തന്നെ മരുമോളുണ്ടല്ലോ കിരൺ, വലിയ യോഗ്യനായിട്ടുള്ള കിരൺ, അവരെ ഞാനോട് കൊല്ലും. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കൊല്ലോടോ എന്ന് പറയാണ്. ഓഹോ, കൊല്ലടാ, നീ കൊല്ല്. നീ മറ്റുള്ളവരുടെ ദേഹത്ത് കൈ വെച്ച ആ കൈ ഞാൻ വെട്ടിയെടുക്കും. ഓഹോ, തനിക്കാണോ ബലം എനിക്കാണോ ബലം എന്ന് ഇപ്പൊ നോക്കാടോ എന്ന് പറയാണ്. എന്നാ നോക്കാടാ എന്ന് പറയാണ്. അപ്പൊ തന്നെ വിക്രം കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രകാശിനെ നേരെ ചൂണ്ടുവാട്ടോ. ഒരു ഒറ്റ കൈ ഇങ്ങനെ ഇതാക്കിയാൽ മതി, താൻ മരിച്ച് താഴെ കിടക്കും. കാണണോടോ? കാണണം. കൊന്നോടാ. നിന്നെ വളർത്തി വലുതാക്കി വഷളാക്കിയത് നീ എന്നെ തന്നെ കൊന്നോ? അതേടോ, കൊല്ലാൻ പോകുക. തന്നെ കൊന്നിട്ട് ഞാൻ നേരെ കല്യാണി അടുത്തേക്ക് പോകും. പിന്നെ തന്റെ ശല്യമില്ലല്ലോ. ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കല്യാണി മോളുടെ നിഴലിൽ ചവിട്ടാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ വിക്രമായിട്ട് ഭയങ്കര സ്റ്റണ്ട് ഉണ്ടാവാട്ടോ. ആ സ്റ്റണ്ടിനിടയിൽ ഒരു വെടി പൊട്ടണ ഒച്ച കേൾക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനാണ്. പ്രകാശൻ ആകെ വിയർത്തു കുളിച്ച് വല്ലാത്തൊരു അവസ്ഥയില് കല്യാണിയുടെ വീട്ടിലേക്കൊന്ന് ബെല്ലടിക്കാട്ടോ. കല്യാണി വാതിൽ തുറക്കുന്നുണ്ട്. അച്ഛനെന്താ ഈ കൊലത്തില്? അച്ഛനെന്താ എവിടെ പോയതാ? അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് അച്ഛനെന്താ ഇവിടെ നടന്നിട്ട് വരുവാ? അച്ഛനാക്കി ക്ഷീണിച്ചല്ലോ. മോളെ, നീ ഇന്ന് നടക്കാൻ പോയായിരുന്നോ? നടക്കാൻ പോയച്ചാ. മോള് ഇനിയും നടക്കാൻ പോയിക്കോട്ടോ. ഇനി ഒരു പ്രശ്നമില്ല. മോൾക്ക് പുറത്ത് കടയിൽ പോണോ? അച്ഛൻ കൂടെ വരാം. പുറത്തു പോയി ഭക്ഷണം കഴിക്കണോ? അച്ഛൻ കൂടെ വരാം. ഇനി മോൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ സഞ്ചരിക്കാം. ആരെയും പേടിക്കേണ്ട. അത് കേട്ട് കാർത്തികയും ലക്ഷ്മി അമ്മയും വരുന്നുണ്ട്. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? രാവിലെ അച്ഛൻ എന്താ പറഞ്ഞത്? വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട്, കല്യാണി അടുത്ത് പുറത്തിറങ്ങരുത്, ആരോടും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പൊ പറയുന്നത് പുറത്ത് എവിടെ വേണമെങ്കിൽ നടന്നോ, ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ടെന്ന്. അച്ഛൻ ഇങ്ങനെ പറയാൻ എന്തോ ഒരു കാരണമുണ്ട്. എന്താ അച്ഛാ, എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. കല്യാണി പറയണ്ട്, അതെ, അച്ഛൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ കാരണമുണ്ട്. എന്താ അച്ഛാ പുറത്തു നടക്കാൻ പേടിക്കണ്ടെന്ന് അച്ഛൻ പറയുന്ന കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. പ്രകാശം പറയുന്നുണ്ട്,
ദേ മോളെ, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇനി പുറത്തു നടക്കാൻ ആർക്കും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദേ നിങ്ങളുടെ ശത്രുക്കളൊക്കെ തീർന്നു, എല്ലാ ശത്രുവും തീർന്നു. അവസാന ശത്രു വിക്രമായിരുന്നല്ലോ. അവനെ കൊല്ലോന്ന് ഞാൻ വിചാരിച്ചത് കിരണും അതുപോലെ തന്നെ വേലും രതീഷും കൂടിയിട്ടായിരിക്കും. പിന്നെ ആ രാഹുലിനും അതുപോലെ തന്നെ സ്റ്റെഫിക്കൊക്കെ കരുതി വെച്ച അതേ ശിക്ഷ തന്നെ അവന് കിട്ടുമെന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷെ അവൻ തീർന്നു അവൻ എന്ന് പ്രകാശം പറയാണ്. അച്ഛൻ എന്തൊക്കെയാ പറയണത്? അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച് അച്ഛന് വല്ല ബോധമുണ്ടോ എന്ന് കല്യാണി ചോദിക്കുമ്പോ അതെ, ഞാൻ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 3 പേരും വാ 3 പേരും വാ. എന്താ എവിടേക്ക് അച്ഛനെ വിളിപ്പിക്കണത്? 3 പേരും കൂടി വാ. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നത്. നിങ്ങൾ അടുക്കളയിലായപ്പോഴേ ഞാൻ ഇവിടെ സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? നിങ്ങൾ 3 പേരും വന്നേ. ലക്ഷ്മി നീ വന്നേ. കാർത്തികേ, കാദംബരി, കല്യാണി, നിങ്ങൾ എല്ലാരും വാ എന്ന് പറഞ്ഞ് വിളിക്കണം. എന്താ എവിടേക്കാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി കാർത്തികനെ ലക്ഷ്മിമേനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകാശം കാണിച്ചു കൊടുക്കുന്ന ഭാഗം നമ്മുടെ വിക്രം ഡെഡ് ബോഡി ആയിട്ട് മരിച്ച് കണ്ണും തള്ളി നാക്കും പുറത്തിട്ട് ഇങ്ങനെ കെട്ടിത്തൂങ്ങിനെ കിടക്കുന്ന ഭാഗമായിട്ട് കാണുന്നത്. കാണുമ്പോ കല്യാണിയും കാർത്തികയൊക്കെ ആകെ ഷോക്കായി പോണ. എന്ന് പറയുമ്പോ അതെ, ഞാനിവനെ കൊന്നു, അതുകൊണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഇനി ധൈര്യമായിട്ട് പുറത്തിറങ്ങാന്നു. ഇവനെ കൊന്നു, പിന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടു. അവൻ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കട്ടെ. അല്ല, ആത്മഹത്യ ചെയ്ത് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നെ പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല. ഇവൻ മരിച്ചു കണ്ടില്ലേ. ഇവനെ ഉപദേശിക്കാൻ വേണ്ടി പോയതാ. ഇന്നലെ പോയി, അവൻ ഒന്നും കേട്ടില്ല. ഇന്ന് രാവിലെ പോയി ഉപദേശിക്കാൻ പോയി. അപ്പോഴും അവനെ കല്യാണിനെ കൊല്ലണം. അത് മാത്രമേ അവനെ പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞ അവന്റെ നാവ് വെറുതെ വെക്കുന്നതിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവന്റെ കയ്യില് ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് വെച്ചിട്ട് ഞാൻ അവനെ തന്നെ ഷൂട്ട് ചെയ്തു. എന്നിട്ടും എന്റെ കലി മാറിയില്ല. ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയൊരു കയറെടുത്ത് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി ഇവിടെ തൂക്കിയിട്ടു. അച്ഛൻ എന്തൊക്കെയാ കാണിക്കണത്? അച്ഛൻ ഇവിടെ മാറിക്കേ എന്ന് വേണ്ടിട്ട് നമ്മുടെ കല്യാണി അവിടെ ഇരുത്താണ്. ശേഷം കിരണെ വിളിക്കുന്നുണ്ട്. കിരണേട്ടാ ഓടി വീട്ടിലേക്ക് വാ. എന്താ കല്യാണി, വിക്രം എങ്ങനെ അവിടെ വന്നോ? കിരണേട്ടാ ഒന്ന് ഓടി വാ. കിരണേട്ടാ കൂടി രതീഷ് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കിരണും രതീഷും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വാതിൽ തുറക്കുമ്പോഴും ഞെട്ടിപ്പോകാണ്. വിക്രം കെട്ടിത്തൂങ്ങി കിടക്കുവാട്ടോ. ഈശ്വര, ഇതെന്താ ഇങ്ങനെ? അപ്പോഴേക്കും കല്യാണി പറയണ്ട്, അത് അച്ഛൻ എന്തേ ചെയ്തത്? കൊന്നു മോനെ, നീ ശത്രുക്കൾ ഒരുപാട് പേര് തീർത്തില്ലേ, അപ്പോ ഞാൻ നിന്നെ സഹായിക്കണ്ടേ? അതിനു വേണ്ടിട്ട് വിക്രത്തിനെ ഞാൻ കൊന്നു. നിങ്ങൾ നടക്കാൻ പോയില്ല ഇന്ന് രാവിലെ. അപ്പൊ കല്യാണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവൻ കയ്യില് തോക്കായിട്ട് വരാൻ നിൽക്കുമായിരുന്നു. ഞാൻ അവനെ ഒരുപാട് ഉപദേശിച്ചു, പക്ഷെ അവൻ കേട്ടില്ല. എന്റെ കല്യാണി മോളെ കൊന്ന പിന്നെ ഞാൻ ജീവിച്ചതിന്റെ കാര്യമുണ്ടോ? അതിനേക്കാൾ നല്ലത് അവനെ കൊല്ലണതല്ലേ. അവനെ കൊന്നു, ദേ കെട്ടിത്തൂക്കി കിടക്കണത് കണ്ടില്ലേ? ഇവൻ ജനിച്ചപ്പോ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എനിക്കിപ്പോ മരിച്ചപ്പോഴും ഉണ്ട്. അതാണ് ഇതിന്റെ വലിയൊരു മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം പൊട്ടിച്ചിരിക്കാട്ടോ. എന്നിട്ടാ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് കല്യാണി ചോദിക്കുമ്പോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് എനിക്ക് അറിയില്ല കല്യാണി. ഇതിപ്പോ ഇവനെ പകുതി ജീവനോട് തന്നിരുന്നെങ്കിൽ കാട്ടിലെങ്കിലും കൊണ്ടുപോയിടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അച്ഛനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ ചന്ദ്രസേനെ വിളിക്കാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ പ്രൊമോ തീരുന്നത് കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചോ നമുക്ക് പിന്നീട് തന്നെ അറിയാം കേട്ടോ. എന്തായാലും വിക്രത്തിന്റെ കഥ തീർന്നു, അത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.